സോഹോ സിയറത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമൽദേവ് അനിൽകുമാർ. ഈ ഒരു സെക്ഷനിലൂടെ സോഹോ സിയാറത്തിൽ ലീഡ് കൺവേർഷനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ലീഡ്സിനെ കളക്ട് ചെയ്യുന്നു, അവരെ നേർച്ചർ ചെയ്യുന്നു, പിച്ച് ചെയ്യുന്നു, ശേഷം അവരെ നമ്മൾ ഒരു കസ്റ്റമറാക്കി മാറ്റുന്നു. സോ ഇത് നമ്മൾ എങ്ങനെ ഈ ഒരു കൺവേർഷൻ, ഈ ഒരു ഫ്ലോ നമ്മൾ എങ്ങനെ നമുക്ക് സോഹോ സിയാറത്തിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ എനിക്ക് ഒരുപാട് ലീഡ്സ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ വിഷ്ണു MK എന്നുള്ളൊരു റെക്കോർഡ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുക. ഈ ഒരു വ്യക്തിനെയാണ് നമ്മൾ നേർച്ചർ ചെയ്ത് പിച്ച് ചെയ്തെടുത്തത്. പിച്ച് ചെയ്ത് ഇത് നമുക്കൊരു കസ്റ്റമർ ആയി എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഇവരെ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലീഡിനെ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ലീഡ് നിങ്ങൾക്കൊരു ഡീലായി മാറുകയും അറ്റ് ദ സെയിം ടൈം ഈ ലീഡിൻ്റെ കോൺടാക്ട് ഇൻഫോർമേഷൻ കോൺടാക്ട്സ് മൊഡ്യൂളിലേക്കും ഈ ഡീലിന് ഇൻ കേസ് അക്കൗണ്ട് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ കമ്പനി ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ അത് അക്കൗണ്ട് മൊഡ്യൂളിലേക്കും പോകുന്നതായിരിക്കും. അതായിരിക്കും ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരിക. അതിനായിട്ട് ജസ്റ്റ് കൺവേർട്ട് എന്നുള്ള ഈ ഒരു ബട്ടൺ, ടോപ്പ് റൈറ്റിൽ കൺവേർട്ട് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇത് ഒരു പുതിയ ഡീലായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിനൊരു ടിക്ക് കൊടുക്കുക. ശേഷം അവരുടെ എന്തെങ്കിലും ആ ഡീലിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ദർ ഈസ് എ ചാൻസ് ദാറ്റ് ഒരു എമൗണ്ട് കളക്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങളൊരു ലീഡിനെ ഒരു ഡീലാക്കി മാറ്റുക. അങ്ങനെ എന്തെങ്കിലും ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ജസ്റ്റ് ഇവിടെ കൊടുക്കുക. ശേഷം ബാക്കി ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുക. ശേഷം കൺവേർട്ട് എന്നൊരു ഓപ്ഷൻ, ഒരു ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. കൺവേർട്ട് ചെയ്യുമ്പോൾ ആസ് എ സൂപ്പർ അഡ്മിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും ഈ ഒരു ഡീല് ക്രിയേറ്റ് ആകുമ്പോൾ അത് മറ്റൊരു യൂസറിന്, നിങ്ങളുടെ എംപ്ലോയിക്കായിട്ട് ഈ ഒരു ഡീൽ റെക്കോർഡ് നല്ലൊരു ഡീല് അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മറിച്ച് ഒരു സെയിൽസ് റെപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയി തന്നെയാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ അവരുടെ അണ്ടറിൽ തന്നെയായിരിക്കും ഈ ഡീൽ ഉണ്ടാകുക. സോ ഞാനിവിടെ കൺവേർട്ട് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മളൊരു ലീഡിനെ ഒരു കോൺടാക്റ്റും ഡീലാക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ രണ്ട് റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ, ഇനി ഞാൻ ഇത് പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്യുന്നു. ഡീലും ഞാൻ പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്യുകയാണ്. ഫസ്റ്റ് നമുക്ക് കോൺടാക്റ്റിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്തെടുത്ത അവരുടെ കോൺടാക്റ്റ് ഇൻഫോർമേഷൻ. സോ ഇവിടെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻഫോർമേഷൻ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോൺടാക്റ്റിന് എഗെയിൻസ്റ്റ് എത്ര ഡീൽസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ ഡീൽസ് റിലേറ്റഡ് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇവർ എത്ര തവണ നമ്മുടെ ഡീൽ ആയി വന്നിട്ടുണ്ട്, എത്ര തവണ നമ്മുടെ സർവീസ് ചൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കിവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. കറൻ്റ്ലി നമ്മൾ ഒരു വട്ടേ അവരുമായിട്ടൊരു ഡീൽ നടത്തിയിട്ടുള്ളൂ. അതാണ് ഇവിടെ 1 എന്നൊരു കൗണ്ട് കൊടുത്തിരിക്കുന്നത്. ആ റെക്കോർഡാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ ഡീൽസ് ഒരു കോൺടാക്റ്റിന് എഗെയിൻസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വീണ്ടും ഒരു സർവീസ് ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്കൊരു പുതിയൊരു ഡീൽ ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പുതിയ ഡീൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡീലിലേക്കൊന്ന് പോകാം. ഇതാണ് ആ ഓപ്പൺ ചെയ്ത ഡീല്. ഇതാണ് അവരുടെ ഡീൽ റെക്കോർഡ്. നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ആ ഒരു എമൗണ്ട് എല്ലാം ഇവിടെ ഉണ്ട്. അവരുടെ ബേസിക് ഡീറ്റെയിൽസ്, ആ ലീഡ്സ് മൊഡ്യൂൾ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് വരുന്നതായിരിക്കും. ഒന്നും നമുക്ക് മിസ്സാകത്തില്ല. റെസ്റ്റ് ഓഫ് ദി ബിസിനസ് ഫ്ലോ, ബാക്കി ബിസിനസ് ഫ്ലോ എല്ലാം ഇവിടെ നിന്നായിരിക്കും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അവർക്ക് സെയിം കാര്യങ്ങൾ തന്നെ മെയിൽസ് അയക്കണമെങ്കിൽ മെയിൽസ് അയക്കാം, ടാസ്കുകൾ ഫോളോ അപ്പ് ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്യാം, അവർക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻസ്, എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ സെയിൽസ് ഓർഡർ, അങ്ങനെ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ബാക്കി ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് സോഹോ സിയാറത്തിലെ ലീഡ് കൺവേർഷൻ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ സെക്ഷൻ വളരെയധികം ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.